ഹായ് ഫ്രണ്ട്, അപ്പോൾ ടൈറ്റിൽ കണ്ട പോലെ 10 ലക്ഷം രൂപയുടെ സൈക്കിൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. വെൽക്കം ടു അലീഷ സ്പേസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ്. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സസൈസ് ആക്ടിവിറ്റിയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഹെൽമെറ്റും എല്ലാം കണ്ടപ്പോൾ. സൈക്ലിംഗ് ആണ്, കണ്ടില്ലേ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ലോക്ക്ഡൗണിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സസൈസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം സൈക്ലിംഗ്, അതുപോലെ തന്നെ എനിക്കും അറിയാമായിരുന്നു സൈക്ലിംഗ്. പക്ഷേ അത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ ടൈമിലാണ്. അപ്പം കൊറോണ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടിലാണ്. അപ്പം ഞാനിവിടെ കൊച്ചിയിലാണ്. കൊച്ചിയിലൂടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സ്ഥലമുണ്ട്. പിന്നെ സൈക്ലിങ്ങിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാവിലെ ഒരു 1 hour നമുക്ക് ഡെയിലി നമ്മുടെ എക്സസൈസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സൈക്ലിങ് ഒരു ബെസ്റ്റ് എക്സസൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെ സൈക്ലിങ് സ്റ്റാർട്ട് ചെയ്യണം, ലോക്ക്ഡൗണിൽ പെട്ടിരുന്ന സമയത്ത് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ഉദ്ദേശത്തോടുകൂടി ഇരിക്കുമ്പോൾ ആണ് ഞാൻ ഈ സൈക്കിളിനെ കുറിച്ച് റിസർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സൈക്ലിംഗ് ഒരു കോസ്റ്റ്ലി ആക്ടിവിറ്റി ആണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. കാരണം നമുക്ക് ബേസിക്കായിട്ട് കിട്ടുന്ന മിക്ക സൈക്കിൾസും ലൈക്ക് 7,000, 10,000, 15,000, 20,000, പിന്നെ അതിൻ്റെ ആക്സസറീസ് വേറെ. അപ്പം ഒരു കോസ്റ്റ്ലി എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മൾ ഡെയിലി ചവിട്ടുവോ ഡെയിലി യൂസ് ചെയ്യുവോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു, നമ്മൾ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണോ അതോ വേണ്ടയോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഡെക്കത്തോളം വരെ പോയി. അവിടെ ഇരിക്കുന്ന ഇതാ 4,500 രൂപയ്ക്ക് സൈക്കിൾ. പിന്നെ അവരുടെ എന്തോ ഓഫർ സെയിലോ എന്തോന്നോ നടക്കുന്ന ടൈമായിരുന്നു. ഞാൻ എന്തായാലും സൈക്കിള് മേടിക്കാൻ തീരുമാനിച്ചു. ഞാൻ മേടിച്ച വണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബിറ്റ്വീൻ്റെ മൈ ബൈക്ക് എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് നമുക്ക് ഏതൊരു ബിഗിനേഴ്സിനും വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സൈക്കിൾ മാത്രം 5,000 റുപ്പീസ് നമുക്ക് ചിലവ് വരും. പിന്നെ ഈ വണ്ടിയുടെ വീൽസ് രണ്ടും അലുമിനിയം വീൽസാണ്. അതുകൊണ്ട് ഇത് തുരുമ്പെടുക്കുക എന്നുള്ള പേടി വേണ്ട. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വെയിറ്റ് നമ്മുടെ സാധാരണ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സൈക്കിളിനേക്കാളും പൊതുവെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഡെയിലി നമ്മൾ ഈ സൈക്കിൾ ചവിട്ടുമോ ഇല്ലയോ എന്നറിയാതെ നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ നടത്തുന്നത് ശരിയാണോ എന്ന് തോന്നി. പിന്നെ എൻ്റെ മെയിൻ പർപ്പസ് എക്സസൈസ് ആയിരുന്നു. പിന്നെ ഗിയറില്ലാത്ത സൈക്കിൾ മേടിച്ചിട്ട് അത്യാവശ്യം കയറ്റമൊക്കെ നമുക്ക് ചോട്ടാൻ പറ്റുന്നുണ്ട്. ഓക്കെയാണ്, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ അതാണ് മെയിൻ റീസൺ ഗിയർ ഇല്ലാത്ത സൈക്കിളിലേക്ക് കിടക്കാൻ കാരണം. പിന്നെ ബഡ്ജറ്റ് ഭയങ്കര കുറവാണ് നമ്മൾ ഗിയർ ഉള്ളതും ഗിയർലെസ് സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ബാക്കി ആക്സസറീസ് ഞാൻ വേറെ ചെയ്ത ആക്സസറീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ, പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, പിന്നെ ഒരു ഇത്ര സംഭവം ഞാൻ ഡെക്കത്തോണിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കി ആക്സസറീസ് നമ്മുടെ സാധാരണ സൈക്കിൾ കട തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന ബാഗ്. ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മൊബൈൽ ഫോണും അങ്ങനെയുള്ള ആക്സസറീസും ഒക്കെ വെക്കാം. ഞാൻ ആദ്യത്തെ ദിവസം സൈക്കിള് ചുമ്മാ നമ്മളെ സാധാരണ ആൾക്കാർ ചവിട്ടുന്നത് പോലെ അതിൻ്റെ ആക്സസറീസ് ഒന്നും വെയർ ചെയ്യാതെ ഞാൻ ചവിട്ടി നോക്കി. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ടയേർഡാവുകയും പിന്നെ എനിക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്തില്ല ഇതിൽ. പിന്നെ നമ്മുടെ ലെഗ്സിൽ ഷൂ ഒന്നും ഇല്ലാതെ നമ്മൾ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കാലിന് വേദന എടുക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഒരു 15 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 20 കിലോമീറ്റേഴ്സ് ഒക്കെ കഴിയുമ്പോൾ. പിന്നെ കയ്യിൽ നമ്മുടെ ഗ്ലൗസ് ഇടാതെയൊക്കെയാണ് ചവിട്ടുന്നതെങ്കിൽ കൈക്ക് വേദനയൊക്കെ എടുക്കാൻ തുടങ്ങും. അങ്ങനെ ഞാൻ പതുക്കെ ഷൂ ഇട്ട് റൈഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മെയിനായിട്ട് എനിക്ക് നമ്മുടെ യങ്ങർ ജനറേഷനും അതുപോലെ തന്നെ സൈക്കിള്
സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ പുതിയ ആൾക്കാർക്കും ബിഗിനേഴ്സിനും എനിക്ക് പറയാനുള്ള അഡ്വൈസ്, ഓൾവേസ് വെയർ ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഈസ് മാൻഡേറ്ററി. കാരണം ഞാൻ കുറേ ആൾക്കാരെ കണ്ടു, അവർ അവരുടെ കിഡ്സിനെയായിട്ടും ഒക്കെ സൈക്കിൾ എടുത്ത് രാവിലെ ഇറങ്ങുന്നു. പക്ഷേ ഇവരുടെ ആരുടെയും കയ്യിൽ ഹെൽമെറ്റ് ഇല്ല, ആരുടെയും തലയിൽ ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, നിങ്ങൾക്ക് ചിലപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു ഫോൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പം സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, നിങ്ങളെ ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ കിഡ്സിൻ്റെ കാര്യം അങ്ങനെയല്ല, അവർക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ പേരൻസ് എന്ന നിലയിൽ നമ്മൾ നമ്മുടെ കിഡ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ശരിക്കും ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു മെസ്സേജ് ആയിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സൈക്ലിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ സൈക്ലിംഗ് ഷോർട്സ്. എപ്പോഴും നമ്മൾ സൈക്ലിംഗ് ഷോർട്സ് യൂസ് ചെയ്ത് റൈഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നമുക്ക് അതിൻ്റേതായ കംഫർട്ട് തരും. 2 ടൈപ്സ് ഓഫ് ഷോർട്സ് ഉണ്ട് ശരിക്കും മാർക്കറ്റിലിപ്പോൾ. ഒന്ന് ജെല്ലി ടൈപ്പും ഒന്ന് പാഡഡ് ടൈപ്പും. ഞാൻ ഒരു ബിഗിനർ ആയത് കൊണ്ട് പാഡഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഒരുള്ള ഡൗട്ട്, ഈ ഷോർട്സ് നമ്മൾ എങ്ങനെയാണ് വെയർ ചെയ്യേണ്ടത്. വി ഹാവ് ടു വെയർ ആസ് ഇറ്റ് ഈസ് അങ്ങനെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സിൻ്റെ കൂടെ അകത്തും പുറത്തും ഒന്നും ധരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു ചൂട് അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ നല്ല കംഫർട്ടായിരിക്കും. പിന്നെ ബാക്ക് പെയിൻ ഒക്കെ നമുക്ക് ഉണ്ടാകാതെ വളരെയായിട്ട് ഹെൽപ്ഫുള്ളാണെന്നാണ് പറയാനുള്ളത്. കാരണം ആദ്യമേ ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ഇതെല്ലാം നമ്മൾ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്നതും മറ്റൊരാൾ പറഞ്ഞു തരുന്ന പഠിക്കുന്നതും രണ്ടും ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ അക്സസറീസൊക്കെ മേടിച്ച് ഇങ്ങനെ സൈക്കിൾ വേണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് ഒരു പണി വരുന്നത്, പഞ്ചർ. ഒരു സൈക്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചർ ഒരു ശോകമായ ദിവസമായിരിക്കാം. അതുപോലെ എനിക്കും പഞ്ചർ കിട്ടി. അപ്പോഴാണ് നമ്മൾ പിന്നെയും അടുത്ത കാര്യങ്ങളിൽ പഠിക്കുന്നത്. നമ്മുടെ സൈക്കിളിൽ നമുക്ക് ആവശ്യമുള്ള അക്സസറീസ് എപ്പോഴും ഉണ്ടായിരിക്കണം. അക്സസറീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഞ്ചർ കിറ്റ്, ഒരു ട്യൂബ്, പിന്നെ നമ്മുടെ സൈക്കിൾ ബേസിക്കായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പെട്ടുപോകാതെ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ അതും ഞാൻ മേടിച്ചു. നമ്മുടെ സൈക്കിളിലുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ സൈക്ലിംഗ് ആക്സസറീസ് നമ്മുടെ കൂടെ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്യൂബ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് ട്യൂബ്. പിന്നെ നമ്മുടെ സൈക്കിൾ അയക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ടൂൾസ്, ഇത് നമ്മുടെ ടൂൾസ്. പിന്നെ ഈ സാധനം ഇതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെങ്കിലും ഒരു സ്പ്രെയിനോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും പോകാതെ പെട്ടെന്ന് രക്ഷപ്പെടാം. പിന്നെ ഇത് നമ്മുടെ ഒരു പഞ്ചർ കിറ്റ്. ഇതിനകത്ത് അത്യാവശ്യം ഒരു 6-7 പഞ്ചേഴ്സ് നമുക്ക് ഒട്ടിക്കാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ പഞ്ചർ കിറ്റ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഞാനൊരു LNK അതിനകത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്രേക്കൊക്കെ ടൈറ്റ് ചെയ്യണമെങ്കിൽ അത് വേണം. ഇത് ഹാൻഡ് പമ്പാണ്. അത്യാവശ്യം നമുക്ക് എവിടെയൊക്കെ പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടയർ അടിച്ച് കാറ്റ് കയറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് എപ്പോഴും ഒരു ഹാൻഡ് സ്ലീവ്സ് നമ്മുടെ കയ്യിലിടുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ കുറേ ഈ വെയിലത്തൂടെയൊക്കെ സൈക്കിൾ ചവിട്ടി വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഇവിടെ ഇത്ര ഭാഗം കറുത്തിങ്ങനെ ഇരിക്കുന്നത് കാണാം. ഹാൻഡ് സ്ലീവൊക്കെ ഇട്ട് നമ്മൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഹാൻഡ് ഗ്ലൗസ് ഇട്ട് സൈക്കിൾ ചവിട്ടാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്ററൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ പതുക്കെ വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ഗ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഞാനെപ്പോഴും ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടുന്നതിന് ഇടയ്ക്ക് ഇപ്പം പെട്ടെന്നൊരു കോൾ വന്നു, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ട്രാഫിക്കൊന്നും ഇല്ലാത്തൊരു റൂട്ടാണ് നമ്മൾ പോകുന്നത് അതിരാവിലെ. അപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു മ്യൂസിക്കൊക്കെ കേട്ട് സൈക്കിൾ ചവിട്ടുകയാണെങ്കിൽ ആ ഒരു ഫീലിംഗ് ഒന്ന് വേറെ തന്നെയായിരിക്കും. ഞാൻ നമ്മുടെ ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ലോങ് പോയിട്ടുള്ള ഓൾമോസ്റ്റ് 50 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനും ചവിട്ടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൈക്കിളാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഞാനിങ്ങനെ സൈക്ലിംഗ് നടത്തുമ്പോഴാണ് ഇവിടെ നമുക്ക് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ 10 ലക്ഷം രൂപയുടെ സൈക്കിൾ ചവിട്ടുന്ന ടീംസ് വരെയുണ്ട്. നമ്മളൊക്കെ എത്ര രൂപയാണ് നമ്മുടെ
ബൈക്സിനും നമ്മുടെ കാറിനും വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. ആ എമൗണ്ട് നമ്മുടെ സൈക്കിളിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഡെയിലി ഒരു വർക്കൗട്ടായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ വരെയുണ്ട് നമ്മുടെ ഈ കൊച്ചിയിൽ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം സൈക്കിളും പുള്ളി റൈഡ് ചെയ്യുന്ന രീതിയൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നത്. ശരിക്കും നമുക്കും സൈക്ലിങ് ഒരു ഖരമായി മാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് റേസിംഗ് സൈക്കിളാണ്. അതിനാൽ തന്നെ നല്ല സ്പീഡിലാണ് അത് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്യാമറയിൽ അത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. ഇത് സ്കോട്ട് അഡിറ്റ് 15 Di2 എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് ഒരു 10 ലക്ഷം രൂപ മാർക്കറ്റ് നമുക്ക് ഇപ്പം റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് ഈ സൈക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ ഈ സൈക്കിളിൻ്റെ ഫുൾ ഫീച്ചേഴ്സും എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അതിൻ്റെ ഒരു അപ്രിസിയേഷനായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗമാണ് ലൈക്സ്. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി മോർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഇഷ്ടം പോലെ വീഡിയോസ് വരാനിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഹാപ്പി സൈക്ലിംഗ്. അപ്പോൾ എല്ലാവർക്കും പറ്റിയൊരു എക്സസൈസ് ആക്ടിവിറ്റി ആയിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു.